വയനാടൻ ജനതയ്ക്ക് കൈത്താങ്ങുമായി കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക്. ഒറ്റ രാത്രി കൊണ്ട് ഉറ്റവരും ഉടയവരും നഷ്ടമായവർക്ക് 5 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബാങ്ക് അംഗങ്ങൾ കൈമാറിയത്. MLA ആന്റണി ജോൺ പ്രസിഡന്റ് യാസർ മുഹമ്മദിൽ നിന്നും തുക ഏറ്റുവാങ്ങി. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ഒരു രാത്രി കൊണ്ട് ഉറ്റവരും ഉടയവരും ഒരു ജനതയ്ക്ക് നഷ്ടമായി. നാടിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ കൈമാറി. ആന്റണി ജോൺ MLA ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദിൽ നിന്നും തുക ഏറ്റുവാങ്ങി. നമുക്ക് ഈ കണക്കുകളെല്ലാം കൂടുതൽ വ്യക്തമായതിനു ശേഷം അവരുടെ പുനരധിവാസവും അവരുടെ ഉപജീവനമടക്കമുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണമെങ്കിൽ വലിയ ഒരു സാമ്പത്തികം സംസ്ഥാനത്ത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ബോർഡ് മെമ്പർ VK കുഞ്ഞുമോൻ, CPIM ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ്, ബ്ലോക്ക് മെമ്പർ PM കണ്ണൻ, വാർഡ് മെമ്പർ സുഹറ ബഷീർ, ബാങ്ക് ജീവനക്കാരായ NM അലിയാർ, അഖിൽ കുഞ്ഞുമോൻ, സഹകാരികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഉരുൾപൊട്ടലിൽ 500-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. 300-ലധികം ആളുകൾ മരിച്ചതായിട്ടാണ് നിലവിൽ റിപ്പോർട്ടുള്ളത്. അപ്പോൾ അവരെല്ലാം പുനരധിവസിപ്പിക്കുന്നതിന് സർക്കാരിന് വലിയ ഉത്തരവാദിത്തമാണുള്ളത്. ആ ഉത്തരവാദിത്തത്തിന് കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു കൈത്താങ്ങായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആദ്യ ഗഡു എന്ന നിലയിൽ ഒരു 5 ലക്ഷം രൂപ കൈമാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.